കോഴിക്കോട് വീണ്ടും ഷിഗല്ല. പയ്യോളി തുറയൂർ പഞ്ചായത്തിലെ 9 വയസ്സുകാരനാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ദിലിഷ തിലേൻ വിവരങ്ങൾ ചേരുന്നു. ദിലിഷ, ഈ തുറയൂരിൽ നേരത്തെയും സ്ഥിരീകരിക്കപ്പെട്ടതല്ലേ ഷിഗല്ല? ഹഷ്മി, കഴിഞ്ഞ ദിവസം പയ്യോളി 4-ാം വാർഡിൽ ഒരു 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആ 3 വയസ്സുകാരന്റെ ബന്ധുവാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്ന 9 വയസ്സുകാരൻ. പയ്യോളി തുറയൂർ പഞ്ചായത്തിലാണ്, അതായത് പഞ്ചായത്തിലെ 13-ാം വാർഡ് കീരങ്കയിലാണ് രോഗബാധ. ഈ കുട്ടിക്ക് പനിയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. പ്രാദേശിക ഭരണകൂടം എല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള പ്രതിരോധ നടപടികളിലേക്കും നേരത്തെ തന്നെ കടന്നതാണ്. പയ്യോളി പഞ്ചായത്തിലെല്ലാം തന്നെ ഇത്തരത്തിൽ നേരത്തെ 3 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചതിന്റെ ഭാഗമായിട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജില്ലയിലുടനീളം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഈ മാസം മാത്രം കോഴിക്കോട് ജില്ലയിൽ ഈ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തവരുടെ എണ്ണം ഇതോടുകൂടി 12 ആയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഈ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു തവണ ഇത് അസാധാരണമായ ഒരു സാഹചര്യമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷവും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ കണ്ടതാണ്. ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴേക്കും 53 പേർക്കായിരുന്നു കഴിഞ്ഞ വർഷം ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. അതിനെ വളരെ വേഗത്തിൽ പ്രതിരോധിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഊർജിതമാക്കി രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാനും ആരോഗ്യവകുപ്പിന് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്ക് 136 പേരിലേക്ക്, സംസ്ഥാനത്ത് മൊത്തത്തിൽ 136 പേരിലേക്ക് രോഗബാധ പടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അസാധാരണമായ സാഹചര്യമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്നാൽ പോലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.